നമസ്കാരം. തത്വമയുടെ കൂടിക്കാഴ്ച എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് ആ, കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള മാനനീയ ലക്ഷ്മി ദീദിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വിവേകാനന്ദ വേദിക് വിഷൻ ഫൗണ്ടേഷനെക്കുറിച്ചും ഇപ്പോൾ നവതിയിലെത്തി നിൽക്കുന്ന മാനനീയ ലക്ഷ്മി ദീദി നമ്മളോടൊപ്പം മനസ്സ് തുറക്കുകയാണ്. ആദ്യമായി നവതി ആശംസകൾ നേരുകയാണ്. നന്ദി നമസ്കാരം. ഏകദേശം 25 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പൊതുവായിട്ട് പറയാനുള്ളത്? ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ വന്ന ആദ്യകാലത്ത് വളരെ കൊടുങ്ങല്ലൂരിന്റെ മുമ്പില് വിവേകാനന്ദ സ്വാമി കേരളത്തിന് ഭ്രാന്താചാരണ ഇന്നുണ്ടായിരുന്നു. പിന്നെ പതുക്കെ മാറ്റിയെടുക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ തരും. അതിൽ ഏറ്റവും യോഗ പഠിപ്പിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് വന്നപ്പോ എനിക്ക് ആഗ്രഹം വിവേകാനന്ദ സ്വാമിയെ കൊടുങ്ങല്ലൂരിലേക്ക് ആകർഷിച്ചത് സംസ്കൃത സംസാരിക്കുന്നവരായിരുന്നു. സംസ്കൃതം പെൺകുട്ടികളൊക്കെ സംസ്കൃതം നടക്കുന്നതോടു കൂടി ആദ്യം നമ്മള് ഒരു ഗുരുകുലം ആരംഭിച്ചു. കുട്ടികൾ താമസിച്ച് 10-20 കുട്ടികൾ സംസ്കൃതത്തിലുള്ള അവരുടെ അറിവും അവരോട് നേടിയത്. പിന്നെ അന്ന് സംസ്കൃതത്തിന് എത്ര അത് തന്നെ തന്റെ ജീവിതമാക്കി മാറ്റാനുള്ള ഒരു ആഗ്രഹമുള്ള കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോ 8-9 അവർക്ക് ഇനി ഹയർ സ്റ്റഡീസിനൊക്കെ പോണ്ടേ പതുക്കെ വിരമിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഇവിടെ സംസ്കൃത അത് തുടങ്ങി, പ്രതിഷ്ഠാനം. അപ്പൊ അവർക്ക് പെൺകുട്ടി താമസിക്കാൻ ഹോസ്റ്റലില്ല. അപ്പൊ ഞാൻ വേഗം നമുക്ക് നല്ല ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അപ്പൊ പെൺകുട്ടികൾക്ക് സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥിനികളെല്ലാം തുടങ്ങി. അപ്പൊ ഞാൻ അവരോട് പറയാം, നിങ്ങൾ സംസ്കൃതം പഠിപ്പിച്ചോ, ഞാൻ സംസ്കൃതി പഠിപ്പിച്ചോ. അങ്ങനെ ആ കുട്ടികൾക്ക് ഇവിടുത്തെ ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതം, പ്രാതസ്മരൻ, ഗീതാചാര്യ, സന്ധ്യ സമയത്ത് അങ്ങനെ അതൊരു 5-6 കൊല്ലം 40 കുട്ടികളെ വിട്ട് സംസ്കൃതത്തിലെ അതൊക്കെ എടുത്തിട്ട് പോയി. അവരൊക്കെ വളരെ നിലയിലിരിക്കുന്നുണ്ട്. അതില് ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പൊ പുറനാട്ടുകാരി സംസ്കൃത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് നിൽക്കുന്ന. അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ സത്സംഗങ്ങളും പ്രഭാഷണങ്ങളായിട്ട്, മാസത്തോടുള്ള പ്രഭാഷണങ്ങളായിട്ട് ഭാരതീയ സംസ്കൃതിയുടെ എല്ലാവരുടെ ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിലാക്കി എല്ലാ ശ്രമങ്ങളാണ് വർഷം. പിന്നെ തുടങ്ങി കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഉള്ളിലേക്ക് സംസ്കൃതി പഠിപ്പിക്കാം. ആ ഒരു ഒരു LKG UKG സമ്പ്രദായത്തിലാണ് സാന്ദീപനൈ വിഹാർ പ്രോജക്ട് തുടങ്ങി. ഒരു 150 കുട്ടികള് ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ട്, അവരില് ആ ചെറുപ്പത്തിലെ നമ്മുടെ സംസ്കൃതിയുടെ നമ്മളൊക്കെ കുട്ടികളെ പഠിച്ച മാനരീയം വെളിച്ചാമ്പണിക്കാൻ അല്ലെങ്കിൽ തുറന്ന സമയത്ത് സമുദ്രവാസനയിൽ, പിന്നെ അതേമാതിരി തന്നെ കുളിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ നമ്മുടെ സങ്കല്പങ്ങളും ഒക്കെ അവരിലേക്ക്. പിന്നെ സ്വാമിജിയുടെ ഏകനാഥ ജന്മങ്ങളൊക്കെ വരുന്ന സമയത്ത് ശ്രീകൃഷ്ണ ജന്മ സമയത്ത്
അവരൊക്കെ അതാത് അതാത് കൊണ്ടുവന്നാൽ അവരുടെ വാക്കുകളെ അവരുടെ പറയിപ്പിക്കും. ഉദാഹരണമായിട്ട് 2 കുട്ടികൾ വളരെ മനോഹരമായിട്ട് മെസ്സേജസ് അവര് സ്വാമിയുടെ വേഷം കെട്ടിട്ടാണ് വരുന്നത്. സോ അതെ. അവര് സ്വാമിയായിട്ട് മാറുകയാണ് അങ്ങനെ. അതേമാതിരി തന്നെ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി കുട്ടികൾ വരുമ്പോൾ ഞാൻ അമ്മമാരോട് പറയും, നിങ്ങൾ യശോദകളായിട്ട് മാറണം, കുട്ടികള് ശ്രീകൃഷ്ണനാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ സംസ്കൃതിയെ ഗൃഹങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ടുള്ള പരിശ്രമം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ വിവേകാനന്ദ കൃഷ്ണന്റെ ഹൃദയമാണ് ഞങ്ങളുടെ സാന്ദീപിനി ശിശുവിഹാരം. അവിടുത്തെ കൊച്ചു കുട്ടികള് ഭംഗിയായിട്ട് വിവേകാനന്ദ സ്വാമിയുടെ വേഷം കെട്ടും, ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടും, ഏകനാഥജിയുടെ വേഷം കെട്ടിയിട്ട് ഏകനാഥജിയുടെ പല സന്ദേശങ്ങളും അവർക്ക് ഇപ്പൊ വളരെ പ്രൈഡ്. അപ്പൊ അതിൻ്റെ എന്റെ കൊണ്ടിരിക്കുകയാണ്. എനിക്ക് യാത്ര ചെയ്യാൻ കുറഞ്ഞു തുടങ്ങി. അപ്പൊ ചില പുസ്തകങ്ങളിലൊക്കെ ആശയങ്ങളൊക്കെ പുസ്തക രൂപത്തിലേക്ക് മാറ്റാൻ ഓൺലൈനിൽ അങ്ങനെയൊക്കെ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ അല്ല, ഈ 2.5 പതിറ്റാണ്ടോളം ആകുന്നു ഈ വിവേകാനന്ദ പ്രവർത്തനം ഇത്രയും വ്യാപകമായിട്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ പോലും ഇത്തരത്തിലുള്ള ഹിന്ദു മിഷണറി വർക്കിന് വലിയ പ്രതികൂലമായ സാഹചര്യങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഒരു 2.5 പതിറ്റാണ്ട് മുമ്പ് ഇത് ആരംഭിക്കുമ്പോൾ അന്ന് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇപ്പോഴും അത്തരത്തിലുള്ള എന്തെങ്കിലും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഡിഫറൻസ്. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്ന മാതിരിയുള്ള ഓരോരുത്തത്തിൽ ഞങ്ങൾക്കൊരു വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ ഈ യോഗ അതിൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നതോടുകൂടി അവരുടെ ആരോഗ്യത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം, കുടുംബ ജീവിതത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം, പിന്നെ ഒരു നല്ല കാര്യം 5-6 മെയിൻ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ യോഗ സ്റ്റുഡൻസ്. അപ്പൊ അങ്ങനെ 1000 കുട്ടികളിലേക്ക് ഈ യോഗ ജീവിതം പകർത്താൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് കോമ്പറ്റീഷൻസ് വയ്ക്കും, അതിനെ ഉത്തേജിപ്പിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരിക്കലും ഒരു നെഗറ്റീവ് റിയാക്ഷൻ നേരിടേണ്ടി വന്നിട്ടില്ല. അത് ഭഗവാന്റെ വലിയ തന്നെയാണ്. ഒരിക്കലും ഒരു നെഗറ്റീവ് അപ്രോച്ച് ഇല്ല. അല്ല, ഈ യോഗയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിന് ശേഷമാണ് യോഗയ്ക്ക് ഇന്നിപ്പോൾ ലോകത്തിലെങ്ങും ഒരു പ്രചാരം നേടിയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ യോഗ ഡേ ആചരിക്കുന്നു. പക്ഷേ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ യോഗയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിൽ കൃത്യമായ ഒരു എന്താ പറയുക, ഒരു പരിശീലനമൊക്കെ യുവജനതയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു സംഘടന കൂടിയാണ്, ഒരു ഫൗണ്ടേഷൻ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ യോഗയുടെ ഒരു പ്രാധാന്യം ഇനിയും വ്യാപിപ്പിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു പദ്ധതികൾക്ക് വിഭാവനം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ചെയ്യുന്നില്ല. അവിടുന്ന് പറഞ്ഞ മാതിരി യോഗ ലോകപ്രസിദ്ധമായി തീരുന്നതിന് ഒരു 25-30 വർഷം മുമ്പേ ഏകദേശം കമ്പൽസറി ആയി. ഞങ്ങൾ ജീവനോപാധികളായിട്ട് ചെയ്യുന്നവർക്കെല്ലാം യോഗ കമ്പൽസറി. അത് കാരണം ആയിരക്കണക്കിന് സെന്റേഴ്സില് ദിവസവും യോഗ ചെയ്യുന്നവര് യോഗത്തിന് അനുഭാവികളൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം വിവേകാനന്ദ കേന്ദ്ര ഹെഡ്ക്വാർട്ടേഴ്സില് ഇന്റർനാഷണൽ കോൺഫറൻസുകളൊക്കെ ഇഷ്ടംമാതിരി നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ കുട്ടികളെ അവിടുത്തെ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കും, ആഫ്റ്റർ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ. അതുകൊണ്ട് ഇവിടുന്ന് പിന്നെ അവിടുന്ന് പഠിച്ച കുട്ടികൾ ഞങ്ങൾ BSc യോഗ എടുത്തിട്ടുണ്ട്, MSc യോഗ എടുക്കാം. ഇങ്ങനെ ആ യോഗയുടെ കൂടുതൽ അഗാധതയിലേക്ക് ജനശ്രദ്ധയെ ആകർഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ പാഠക്രമങ്ങളും പുസ്തകങ്ങൾ. ഇന്നത്തെ ഒരു തലമുറയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നിരന്തരം പത്രവാർത്തകളിലും മറ്റുമൊക്കെ നിരന്തരം കാണുന്ന വാർത്തകളാണ് ഈ പുതിയ ഒരു തലമുറ മയക്കുമരുന്നിൻ്റെയും ഈ ലഹരിയുടെയും പിന്നാലെ പോകുന്ന ഒരു കാഴ്ച.
അപ്പോൾ ഒരു ഊർജ്ജസ്വറ്റ ഒരു യുവജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന താങ്കളുടെ സ്ഥാപനത്തിന് ഇതിൽ എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ നിർദ്ദേശം നൽകാനുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ഏറ്റവും ക്രിയാത്മകമായ നിർദ്ദേശം കുട്ടികളെ നന്ന ചെറുപ്പത്തിലെ തന്നെ ആധ്യാത്മികതയുടെ രസം അനുഭവിപ്പിക്കണം വീടുകളിൽ. അതുകൊണ്ടാണ് ഇന്ന് വേണം വിവേകാനന്ദ കേന്ദ്രം സങ്കല്പിച്ചുകൊണ്ടാണ് കുടുംബം എന്നുള്ള മുമ്പിൽ വെച്ചിരിക്കുന്നത്. വീടുകളിലുള്ള നമ്മളുടെ പ്രവർത്തന ശൈലിയും ഒക്കെ എങ്ങനെയൊന്ന് പതുക്കെ മാറ്റിയെടുക്കാം. അപ്പൊ വീട്ടിലെ അച്ഛൻ വരെ എന്നാണോ കുട്ടികളോട് 4 മണിക്ക് ഇടിക്കാന്ന് പറഞ്ഞവര് എനിക്ക് അച്ഛനും അമ്മയും തന്നെ ഒക്കെ കഴിക്കണം. കുട്ടികളോട് എങ്ങനെ പറയുക? അപ്പോ ഒരു നാട് ഒരു വരുന്നതായിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങള് സമ്മർ വെക്കേഷനിൽ എപ്പോഴും ചിൽഡ്രൻസ് ക്യാമ്പുകൾ നടത്തുന്നത്. 30-20 കുട്ടികളൊക്കെ വന്നിട്ട് അവർക്ക് ജീവിതം ഭക്ഷണ രീതി ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെയൊക്കെ അവർക്ക് ഒരു ഉദ്ബോധനം കൊടുക്കാറുണ്ട്. കുടുംബത്തിനാണ് കൂടുതൽ ഞാൻ കുടുംബങ്ങളെയാണ് ടാർജറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവത്ഗീത എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണല്ലോ. ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് ഈ അമൃത കുടുംബത്തിന് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സങ്കല്പത്തില് അമൃത കുടുംബ സങ്കല്പം ഭഗവത്ഗീതയിലൂടെ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഓരോ പുസ്തകം ഞാൻ ഈയിടെ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ദീദി, ഇപ്പോൾ താങ്കൾ 90 വർഷം നവതി ആഘോഷത്തിന്റെ നിറവിലാണ്. ഈ 90 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു മഹത്തരമായ കാര്യമാണ്. അതിൽ ഏറിയ ഭാഗവും ഹൈന്ദവ ഉത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിവേകാനന്ദ കേന്ദ്രം മുതലുള്ള പ്രവർത്തനങ്ങളിൽ താങ്കളുടെ ഒരു പങ്ക് വളരെ വലുതാണ്. ഈ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇതുവരെ എത്തി നിൽക്കുമ്പോൾ എങ്ങനെ അതിനെ ഒന്ന് നോക്കിക്കാണും? ആദ്യമായിട്ട് എനിക്ക് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ വിവേകാനന്ദ സ്വാമികളോട് കുട്ടിക്കാലത്ത് ചെയ്ത ഒരു പ്രതിജ്ഞയായിരുന്നു. അങ്ങ് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ പിന്നാലെ വരുമായിരുന്നു എന്ന്. പക്ഷെ അതിനെ മറന്ന് ഞാൻ പഠിക്കാനും പക്ഷെ ഏകനാജിയുമായിട്ടുള്ള എന്റെ സമ്പർക്കം വീണ്ടും വിവാദങ്ങളിലേക്ക് വിചാരണകളിലേക്ക് എന്നെ നയിച്ചു. അപ്പൊ കന്യാകുമാരിയിൽ സമയത്ത് എനിക്കൊരു സംഘടനാ ശേഷിയും ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാനൊരു മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഏകനാശിയുടെ ഞാൻ എപ്പോഴും പറയും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ 3 വക്രതകളുണ്ട്. ഒന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് അത് നേടണം ഇത് നേടണം ഉള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ. രണ്ടാമതായിട്ട് കുടുംബം, ബന്ധുക്കള്, ശേഷക്കാര് ഇങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബന്ധം. മൂന്നാമതായിട്ട് എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്ന്. ഇത് മൂന്ന് എത്ര എളുപ്പത്തിലാണ് എടുത്ത് മാറ്റിയത്. നിനക്ക് ഞാൻ ഭാരതമാകുന്ന വലിയ തന്നെ തരാം, പിന്നെ നിനക്ക് കാശ് കൈകൊണ്ട് തുറന്നു വിളിക്കുക, പക്ഷെ സകല സൗകര്യങ്ങളും നിന്റെ കൂടെ ഉണ്ടാകുകയുണ്ട്. പിന്നെ വേദാന്തത്തിലും വലുതായിട്ടുള്ള സയൻസ് ഇല്ല. അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ജീവിതത്തിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി കളഞ്ഞു. എന്നിട്ടാണ് ജീവിതത്തിന്റെ വലിയ ചുമതല ഏൽപ്പിച്ചത്. അന്ന് ഞാൻ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അധ്യക്ഷ രാജീവിടെ കീഴിൽ സാധാരണ ഓർഗനൈസറായിട്ട് വർക്ക് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഗുരുനിയോഗം വേറെയായി. ഏകനാജിക്ക് സുഖമില്ലാതെയായി. അദ്ദേഹത്തിന്റെ ദേഹത്യാഗം തുടർന്ന് അവർക്കെല്ലാം ഏകകണ്ഠമായിട്ട് സ്നേഹവും ആദരവുമായിരുന്നു അധ്യക്ഷ പദവിയിൽ തുടർച്ചി വന്നു. അതിലും വലിയ അനുഗ്രഹമായിട്ട് കിട്ടിയത് വിവേകാനന്ദ ഭാരത പരിക്രമ എന്നുള്ള
മഹത്തായ വിഷയം. 1992 കൽക്കട്ടയിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ 9 വാഹനങ്ങളിൽ 50 വളണ്ടിയേഴ്സിനെ കൊണ്ട് സ്വാമിജി പോയ ദിക്കുകളിലെല്ലാം പോയി അവിടെയുള്ള സ്കൂളുകളിലും കോളേജുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം സ്വാമിജിയുടെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ അവസരം നൽകി എനിക്ക്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവേകാനന്ദ അനുഗ്രഹമായിട്ട് ഞാൻ. പിന്നെ അത്ഭുതം, വിവേകാനന്ദ ജീവിതത്തില് 10 വലിയ സെഞ്ചുറി സെലിബ്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്ര വരുവ ചിക്കാഗോ കോൺഫറൻസ് തുടങ്ങി ശ്രീലങ്കയിൽ വന്ന് രാമേശ്വരത്ത് വന്ന് ഇങ്ങനെ ഭാരതം 10 പ്രധാന സന്ദർഭങ്ങളെ ആഘോഷമാക്കി മാറ്റി. ഗുരുകൃപയാൽ പങ്കെടുക്കാനുള്ള അത്ഭുതമായിരിക്കുന്ന ഒരു എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ മാത്രമായിരിക്കും പങ്കെടുത്തിരിക്കണം എല്ലാത്തിനും. അത് കഴിഞ്ഞ് കേന്ദ്രത്തിലെ സ്വാമിജിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരു ഉത്തേജനം നൽകാനുള്ള എപ്പോഴും ഞാൻ എന്റെ നോക്കുമ്പോൾ പറയുന്നത് അപാര മഹിമ. ഗുരുവിന്റെ കൃപ കൊണ്ട് മാത്രം വാർത്ത ലഭിക്കുന്നതാണല്ലോ. ഒരാൾ ശ്രമിച്ചാൽ ലഭിക്കുന്നുണ്ട്. എവിടെയോ ഇരുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ഇത്രയും വലിയൊരു ആദരവ് ലഭിക്കും പറയുന്നത് ഇതിലോ നമുക്ക് പറയാം ബുദ്ധ സുഹൃതെന്ന്, അല്ലെങ്കിൽ പറയാം അച്ഛനമാരുടെ സുഹൃത്ത്, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള പങ്കെടുക്കുക. അത്ര തന്നെയും വിവേകാനന്ദ കേന്ദ്രം ഇങ്ങനെ ആഗോള തലത്തിൽ പേരുകേട്ട ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ട് റൂറൽ ഡെവലപ്മെന്റ്, നാച്ചുറൽ ഡെവലപ്മെന്റ്, നിങ്ങൾക്ക് അറിയുമായിരിക്കും. ചുറ്റടഞ്ഞു കടന്നിരുന്നത് അരുണാചൽ പ്രദേശ് ലക്ഷ്യം കൊണ്ടെത്തിച്ചത് വിവേകാനന്ദ കേന്ദ്രം. ഏകനാഥി തുടങ്ങി വെച്ചിട്ട് അന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻജി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് ഭാഗങ്ങളിലായിട്ട് ഏകദേശം 100 സ്കൂളുകൾ 100 സ്കൂളുകൾ ഒന്നിനകത്ത്. അന്ന് പോണ സമയത്ത് പോകണം, നടന്നു പോകാനൊക്കെ പോയിരുന്ന സ്ഥലങ്ങളിൽ സൗകര്യമൊക്കെ വന്നിട്ടാണ്. പക്ഷെ അങ്ങനെ വെളിച്ചമൊക്കെ അവിടേക്ക്. പിന്നെ ജനങ്ങളുമായിട്ടുള്ള ഭാഷാ വ്യത്യാസം നമ്മുടെ എല്ലാവരെയും കൂടി ഏകീകരിക്കാനുള്ള ശ്രമമാണ്. വിവേകാനന്ദ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ആൾക്കാരല്ല, എല്ലാ തരത്തിലുമുണ്ട്. മലയാളികളാണ് ഏറ്റവും കുറച്ച്. അതൊരു സങ്കടമാണ് എനിക്ക്. മലയാളികൾ തന്നെ തമിഴ്നാട് കർണാടക എന്റെ അല്ലാതിക്കുന്നുള്ളവർ സഹോദര സഹോദരി ഭാവത്തില് ഒന്നായി ചേർന്ന് ഒരു ഏകാത്മഭാവത്തിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ അത്ഭുതമുള്ള ഒരു കേന്ദ്രത്തിന്റെ ഒരു അച്ചീവ്മെന്റ് തന്നെ. എന്തായാലും നവതി ആഘോഷങ്ങൾ നാളെ തുടങ്ങുകയാണ്. ഇനിയുള്ള 9 ദിവസങ്ങളിൽ ഇതിൻ്റെ വിപുലമായ ആഘോഷങ്ങൾ നടക്കുകയാണ്. എന്തൊക്കെയാണ് ഈ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? വാസ്തവം പറയുകയാണെങ്കിൽ എനിക്ക് നവതി ആഘോഷിക്കണം എന്നുണ്ടായിരുന്നില്ല. സ്ത്രീ സമൂഹത്തിന്റെ മുന്നില് പറഞ്ഞില്ലേ, സ്ത്രീ ശാക്തീകരണം അധ്യാത്മികതയിലൂടെ സാധ്യമാണ് എന്നുള്ളതിനൊരു ചെറിയ ഒരു ഉദാഹരണം ആയിട്ട് ഞാൻ എന്നെ തന്നെ കാണുകയാണ്. ആ വിവരം ഒന്ന് സ്ത്രീകളിലേക്ക് കിട്ടുകയാണെങ്കിൽ ജീവിതം കൃതാർത്ഥമായി എന്ന് പറയാം. എന്താന്ന് വെച്ചാല് അതോടെ സ്ത്രീ ജീവിതം ധന്യമാകും, കുടുംബജീവിതം ധന്യമാകും, തലമുറകൾ നോക്കി നമുക്ക് ഭാരതീയ മൂല്യങ്ങളെ പ്രചരിപ്പിക്കാനാകും. അത് മാത്രമേ
ഉണ്ടായിരുന്നു. അതിന് പറ്റുന്ന മാതിരി പരിപാടികള് സപ്താഹവും മറ്റും എല്ലാവരും ഞാൻ നടത്താറുള്ളതാണ്. പക്ഷേ അതിന് വെറും സപ്താഹത്തിന് പറ്റുന്ന ആൾക്കാരെ ഭക്ഷണിക്കാന്നല്ല, നല്ല ഓരോ മുഖ്യ ഭാഗവത ശാസ്ത്രത്തിനെ കൊണ്ടുവന്ന് നല്ല ഒരു പ്രഭാഷണം നടത്തും. അതായത് വെറുതെ വായിച്ച കേട്ട ഇതല്ല, അതെ. നല്ല ഒരു പ്രഭാഷണം, ഓരോ ദിവസം ഓരോ പ്രഭാഷണം. പിന്നെ അതേമാതിരി തന്നെ സ്ത്രീ ശാക്തീകരണം അധ്യാത്മത്തിലൂടെ എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ആൻഡ്രൂസ് ഹൈസം അതെ. കണ്ടിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം. അതെ അതെ ആ ലളിതാസനത്തിൽ കൂടി അവർ ആർജിച്ചെടുത്തിരിക്കുന്ന ശക്തിയും ഊർജവും വിഷണം എല്ലാം അത് എങ്ങനെ നമ്മുടെ ഏതൊരു സ്വാതന്ത്ര്യത്തിൽ കൂടി നമുക്ക് ആർജിച്ചെടുക്കാവുന്നതാണ്. കുറച്ചൊരു തപസ്യയോ ഒരു ഉപാസനയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ആർജിക്കാവുന്ന ശക്തി നമ്മുടെ എല്ലാ സഹായം കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എത്ര സ്ത്രീ സമൂഹത്തിനോട് കാണിച്ചു കൊടുക്കാൻ ഞാൻ പ്രത്യേകിച്ചും ആലീസും നാഷണലെ ക്ഷണിച്ചത്. പിന്നെ അന്നത്തെ ദിവസം തന്നെ നിവേദിത, നമ്മുടെ വൈസ് പ്രസിഡന്റ് നിവേദിത പത്മശ്രീ കൊണ്ട് ഭാരതം ആദരിച്ച കുട്ടിക്കാലത്തെ അവിടെ വന്നിട്ട് ഞാൻ ചെല്ലുമ്പോ നിവേദിത 19-20 വയസ്സിലായിട്ടുള്ളൂ, ഇപ്പോ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. യാതൊരു വിശ്രമില്ലാതെ ഭാരത ചുറ്റിക്കറങ്ങിയിരിക്കുകയാണ്. യാഥാസമയം അവരാണ് അധ്യക്ഷതയ്ക്ക് എത്തിയിരിക്കുന്നത്. ലക്ഷ്മി ശങ്കറിനെ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിച്ച മറ്റൊരു വ്യക്തി, പക്ഷേ ലക്ഷ്മിക്ക് ഒരു എക്സ്പോർട്ട് പ്രത്യേക അതിന് നിവർത്തിയില്ലാതെയായി. അതുകൊണ്ട് ഞാനൊരു സ്വാതന്ത്ര്യമാണ് അധ്യാത്മതയെ പറ്റി പറയാൻ ശ്രമിച്ചു. അപ്പൊ ഇങ്ങനെ ഈ അവധിയിൽ കൂടി ഞാൻ നമ്മുടെ ജീവിതം വെറും കുടുംബത്തിൽ കൊണ്ടുവന്ന ഒതുങ്ങി കഴിയണമെന്നില്ല. നമുക്ക് സമുദായത്തിനെ സ്നേഹിക്കാനും സേവിക്കാനും കഴിഞ്ഞാൽ ആ കിട്ടുന്ന ധന്യതയിൽ നിന്ന് നമ്മുടെ കുടുംബവും ധന്യരാകും. അതാണ് എനിക്ക് കൊടുക്കാനുള്ളത്. വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയുന്നു, ത്യാഗവും സേവനവുമാണ് ഭാരതത്തിന്റെ മുഖ്യ സങ്കല്പങ്ങൾ, മൂല്യങ്ങൾ. ആ മെസ്സേജ് ഒന്ന് കൊണ്ടുവരണം. നമ്മൾ എത്രത്തോളം കൊടുക്കണം. എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ഞാൻ പറയും, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ മുഴുവനും ഈ ഞാൻ എൻ്റെ എന്ന് വിചാരിക്കുന്ന കാരണമാണ്. അതിന് പകരം നമ്മുടെ അടുത്ത് വരുന്നവരെ ക്യാൻ ഐ ഹെൽപ്പ് യു, ഇൻ വാട്ട് വേ ഐ ക്യാൻ ഹെൽപ്പ് യു, നിങ്ങളെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ മറ്റുള്ളവരെ സ്വീകരിക്കാനും അവരോട് പെരുമാറാനും പഠിച്ചാൽ തന്നെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ എന്നുള്ളതിൽ നിന്ന് മനസ്സിനെ നിവർത്തിപ്പിച്ച് നമുക്ക് കൂടുതൽ ധന്യതയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതായിരുന്നു എൻ്റെ ജീവിതം. ആരെൻ്റെ അടുത്ത് വന്നാലും ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാം, ചിലപ്പോ നല്ല വാക്കുകളെ കൊണ്ടായിരിക്കും, ചിലപ്പോ കുറച്ച് ധനം കൊടുത്തിട്ടായിരിക്കും. അങ്ങനെ സാന്ത്വനത്തിൽ കൂടിയും ആശ്വാസത്തിൽ കൂടിയും ഭൗതികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തും കൊണ്ടും മറ്റും നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ 90 വയസ്സിലും യാതൊരു സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള യാതൊരു ആരോഗ്യ വിഷമങ്ങളും ഉണ്ടായിട്ടില്ല. ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയും ശുശ്രൂഷിക്കപ്പെടുകയും മരുന്ന് കഴിക്കുകയും ഈ പ്രായത്തിലൊക്കെ ആയത് 20-30 ഗുളികകളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലൈഫും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കുന്നത്. ഞാൻ ഒരു ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല. ഇന്നും തന്നെ കുളിക്കുന്ന വീട്ടിലായിട്ട് നമുക്ക് ഇടിക്കും, ഞാനും പ്രാർത്ഥനകൾക്കെല്ലാം അടുക്കള ജോലികൾ ചെയ്യും ഇല്ലേ. അപ്പോ അത് ഒരു ഉദാഹരണത്തിലേക്ക് സ്ത്രീകളുടെ കുറച്ച് പേരുടെ ഈ ശ്രദ്ധ സാധിച്ചാൽ നമ്മുടെ ജീവിതവും കുടുംബ ജീവിതവും ധന്യമാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമമായിട്ടാണ് നവതിയാകും. ഒരു തപസ്യയാവും. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന അടയാളപ്പെടുത്തലായി ദീദി മാറുകയാണ്. ഈ 90-ാം വയസ്സിലും ആരോഗ്യത്തോടു കൂടി കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒപ്പം
ജീവിതത്തിലും എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ് ഈ ഒരു അവസരത്തിൽ. ഈ ഒരു ചെറിയ ഈ തിരക്കിട്ട വേളയിലും ഈ ഒരു ചെറിയ സമയം തത്വമയോടൊപ്പം സഹകരിച്ചതിനും ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി. വളരെ നന്ദി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യन्तു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.